ഓക്കെ. സ്ക്രീൻ കാണാവോ? ഇല്ല. ഇല്ല ഇല്ല. നോക്കൂ. ഇപ്പൊ കാണാം. യെസ്, ഇപ്പൊ കാണാം. ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ സെറ്റ് എക്സാം ആ ഒരു ലെവലിനേക്കാളും കൂടുതൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ HSIന്റെ എക്സാമിന് ഉണ്ടാവില്ല. നമുക്ക് ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് യു നിങ്ങൾ എല്ലാവരും എഴുതി കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്കിത് സാഹിത്യമാണ് അയച്ചു തന്നത്. അപ്പം ക്വസ്റ്റ്യൻ ക്ലാരിറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാനൊന്ന് ഇപ്പൊ ഓപ്പൺ ആക്കി വെച്ചിരുന്നതായിരുന്നു, പക്ഷെ എനിക്കത് മിസ്സായി പോയി. ഒരു മിനിറ്റ്. കാണാൻ പറ്റുന്നില്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ അതോ ഒന്നുകൂടെ സൂം ചെയ്യണോ? കാണുന്നുണ്ടോ? ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ട്. പേപ്പർ 2 ആണ്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഇതൊന്നും നമുക്ക് ഇല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ നോവൽ ദാറ്റ് ഇസ് മോർ ദാൻ വൺ എങ്കിൽ അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കണം നോക്കേണ്ടത്. നോട്ട് ദാറ്റ് ഇതിനകത്തുള്ള എല്ലാം നിങ്ങളുടെ സിലബസിലുള്ളതാണ്, അല്ലെങ്കിൽ ദിസ് ഇസ് ബേസ്ഡ് ഓൺ യുവർ സിലബസ്. അങ്ങനെയല്ല. ഹൗ യു ഹാവ് ടു സീ ദിസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരിക. അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇപ്പൊ PSCന്റെ ഒരു വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻ മാറി. പക്ഷെ ഈ സെറ്റ് എക്സാം ഈ ഒരു പാറ്റേൺ അപ്പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും HSIക്ക് ഉണ്ടാവില്ല. റീസൺ ഇസ് ഒന്ന്, അതൊരു ഡിഗ്രി ലെവലിലുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ മേ ബി യു ഗൈസ് ആർ ടു ക്വാളിഫൈഡ് ഫോർ ദിസ് എക്സാം. പക്ഷേ ദ ഫാക്ടേഴ്സ് HSI എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ആൻഡ് BEd ഉള്ള ആളുകളെ ഉദ്ദേശിച്ചിടുന്ന ക്വസ്റ്റ്യൻ ആണ്. മേ ബി യു ഹാവ് യുവർ MA, യുവർ MPhil, PhD ഒക്കെ ഉള്ളവരായിരിക്കും, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. തിങ്സ് ഈ എക്സാം എഴുതുന്നവരിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ഡിഗ്രിയാണ്. ഒരു ഡിഗ്രി ലെവലിലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തേക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. പക്ഷെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പം ഒന്നെന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. ഞാൻ ആകെ 5 ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതർ തിങ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാന്നുള്ളതാണ്. ബിക്കോസ് ആ ഒരു അനാലിസിസ് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ പ്രിപ്പറേഷൻ. നമുക്കിനി 3 months ആണ് നമ്മുടെ ഒരു എന്താണ് ഒരു സീരിയസ് സ്റ്റഡി പീരീഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ പ്രിപ്പറേഷനിലൊക്കെ ഈ ഒരു പാറ്റേൺ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ നോവൽ ദാറ്റ് ഇസ് മോർ ദാൻ വൺ എൻഡിങ്. അപ്പം അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ 4 നോവൽസിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് തിങ്. അതിൽ നമ്മൾ ക്ലിയർലി നമ്മുടെ സിലബസ് എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി നോ ഓക്കെ ഏത് നോവലിനാണ് 2 എൻഡിങ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ യു കൻ സീ ദാറ്റ് ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും HSSTക്ക് പ്രിപ്പയർ ചെയ്യരുത്. ഫോർ ദാറ്റ് യുവർ പ്രിപ്പറേഷൻ ഷുഡ് ബി ഡിഫറെന്റ്. പക്ഷെ നമ്മുടെ ഈ HSIക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാ ചോദ്യവും ആൻസർ ചെയ്യുക അത് എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും ഒരു 80-90% ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും, ഒരു ഡീസെന്റ് ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്ക്. ഞാൻ നിങ്ങളോട് നമ്മുടെ റെഗുലർ കുട്ടികളോട് എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ചാലഞ്ച് എന്ന് പറയുന്നത് ഇസ് ടു കം ഇൻ ദ ടോപ്പ് 5 അല്ലെങ്കിൽ 10, നോട്ട് ഈവൻ ടോപ്പ് 10, ടോപ്പ് 5 എത്തി നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ ചാലഞ്ച് എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ ചോദ്യവും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ല. ഓഫ് കോഴ്സ് അത് വേണം, പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലെവർലി നെഗറ്റീവ് മാർക്കിങ് വരാതെ ആ രീതിയിൽ റാങ്ക് ലിസ്റ്റിന്റെ മുകളിൽ ആ 5 ആളുകളിൽ ഒരാളായി നിൽക്കുക എന്നുള്ളതാണ് ചാലഞ്ച്. അപ്പൊ അതിലും ഞാൻ റെഗുലർ കുട്ടികളോട് സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്, നമ്മുടെ ടെസ്റ്റ് ബാച്ചിലെ കുട്ടികളോടാണെന്ന് പറയുന്നത്, ഡോണ്ട് തിങ്ക് ദാറ്റ് കുറെ ആളുകൾ പഠിക്കുകയാണ്. അങ്ങനെയില്ല. നിങ്ങളിപ്പോ ടെസ്റ്റ് ബാച്ചിൽ തന്നെ നോക്കിയാൽ എത്ര കുട്ടികൾ ആ ടെസ്റ്റ് ബാച്ചിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്, എത്ര പേര് റെഗുലർലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, റെഗുലർലി അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, റെഗുലർലി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്പർ ഇസ് വെരി ലെസ്. അപ്പം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ആ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിൽ ആദ്യത്തെ 5 വരിക എന്നുള്ളതാണ് നിങ്ങളുടെ ചാലഞ്ച്. ഓക്കെ. അപ്പോ ഇനി ഞാൻ ഈ ക്വസ്റ്റ്യനിൽ നോട്ടീസ് ചെയ്ത വേറെ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ ഒന്നും നമുക്ക് പഠിക്കാനുള്ള ഒരു സംഭവം ഇല്ല. വില്ലനസ് ക്യാരക്ടർ ഇൻ ചാൾസ് ഡിക്കൻസ്. അപ്പം അത്തരം ജനറലൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവില്ല. ബിക്കോസ് ഇതെന്ന് വെച്ചാൽ ഇതിന്റെ സിലബസ് തന്നെ വേറെയാണ്. പക്ഷെ നമ്മുടെ സിലബസ് എന്ന് വെച്ചാൽ
ഓരോ ഓഥറും ആ ഓഥറിന്റെ വർക്ക് ഏതാണെന്ന് ക്ലിയർലി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു വ്യത്യാസം HSIന്റെ എക്സാം വരുമ്പോൾ കാണും. ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കുറവായിരിക്കും. ഇനി ഇതിൽ 1-2 കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തത് ഐ വാണ്ടഡ് ടു ടെൽ യു. ഈ ചോദ്യം നോക്കൂ, 8ാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇത് നമുക്കും ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സംഭവമാണ്. ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതെന്നുള്ളത്. അപ്പൊ ആ ക്വസ്റ്റൻ അവിടെ നിൽക്കട്ടെ. ഐ ഹവ് ടേക്കൺ ദാറ്റ് ഇൻ ഡീറ്റെയിൽ. അത് നമുക്ക് പറയാം. ഇൻ ഹാഫ് ആൻ അവർ നമുക്ക് ഒരു ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വിൽ ഗോ ഇൻ ഡീറ്റെയിൽ കേട്ടോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ അത്തരം ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് മേ ബി നമുക്ക് എന്താ ഡയറക്റ്റ് മെത്തേഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയായിരിക്കും. പക്ഷെ ഇതിനകത്തുനിന്ന് ഏതാണ് അതിന്റെ ടെനറ്റ്സ് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പൊ അത്തരം എബിലിറ്റീസ് ഉണ്ടാക്കിയെടുക്കണം പ്രിപ്പയർ ചെയ്യുമ്പോൾ. എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സെറ്ററിന്റെ മൈൻഡ് സെറ്റോട് കൂടി തന്നെ വേണം നിങ്ങൾ നോക്കാൻ. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കൂ. ദ റിമാർക്ക് ദ അപ്സ്റ്റാർട്ട് ക്രോ ബ്യൂട്ടിഫൈഡ് വിത്ത് ആർ ഫെദേഴ്സ് ഈസ് അബൌട്ട് ഡാഷ് ബൈ ഡാഷ്. എന്ത് സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്നതാണ് ഷേക്സ്പിയർ ബൈ ഗ്രീൻ ആണ് എന്നുള്ളത്. അപ്പം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് HSIയുടെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇത്തരം ക്വസ്റ്റ്യൻസ് ടൈറ്റിൽ ഓഫ് ദി നോവൽസ് വിത്ത് ദ സബ് ടൈറ്റിൽസ്. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്കും ഉണ്ടാവാം. അപ്പോൾ ഇതിനകത്ത് നാലെണ്ണത്തിന് അറിഞ്ഞില്ലെങ്കിലും ഒരു 3 എണ്ണത്തിൻ്റെത് നമുക്ക് അറിയാമെങ്കിൽ മാത്രമാണ് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുക. ഇത്തരം ക്വസ്റ്റ്യൻസ് യു ക്യാൻ സീ ദിസ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പൊ ഈ 13ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ 4 വർക്കിന്റെയും സബ് ടൈറ്റിൽ അറിഞ്ഞില്ലെങ്കിലും 3 വർക്കിന്റെ സബ് ടൈറ്റിലെങ്കിലും അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് തെറ്റാതെ അത് ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളൊരു വർക്ക് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഇനീഷ്യലി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സബ് ടൈറ്റിൽ നോക്കണം, ജോണർ ഏതാണെന്ന് നോക്കണം, സെറ്റിംഗ് ഏതാണെന്ന് നോക്കണം. അപ്പൊ ഇങ്ങനെ ആ ഒരു സെറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ദർ ഇസ് അനദർ ക്വസ്റ്റ്യൻ സംവെയർ ഹിയർ. നോക്കൂ, മാച്ച് ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1-ലുള്ളത് ഗ്രഹാം ഗ്രീന്റെ നോവൽസും ലിസ്റ്റ് 2-ലുള്ളത് അത് എവിടെയൊക്കെയാണ് സെറ്റ് ചെയ്തതെന്നുള്ളതുമാണ്. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. നോട്ട് മേ ബി ഒരു റൈറ്റർ ജനറലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിലും മേ ബി നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്ക്സിനകത്ത് നിന്നുള്ള സാധനം എടുത്തിട്ട് അതിന്റെ സെറ്റിംഗ് എവിടെയാണ് ആ ഒരു സാധനം നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ഈ സെറ്റിംഗ് എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കണം. തീംസ് ഓർത്ത് വെക്കണം. ഇതേ പാറ്റേണിൽ തന്നെ മേ ബി ദേ കൻ ആസ്ക് യു ദ തീംസ്. പിന്നെ നേരത്തെ കണ്ട പോലെ സബ് ടൈറ്റിൽ നോക്കാം, അങ്ങനെയുള്ളത്. പിന്നെ ഈ 24th ക്വസ്റ്റ്യൻ നോക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ജനറലി നോട്ട് റിലേറ്റഡ് ടു ബേക്കൺ. അപ്പോ എല്ലാവർക്കും അറിയുന്ന ആൻസർ ആണ്. അതിന്റെ ആൻസർ ഈ ടിക്ക് ചെയ്തേക്കുന്നൊന്നും ശരിയാണോന്നില്ല കേട്ടോ. അത് എനിക്ക് സാഹിത്യം അയച്ചു തന്നതാണ്. ദ ആൻസർ കീ റിലീസ് ബൈ LBSും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ ഇതില് ഐഡിയലിസ്റ്റ് ഫിലോസഫി ആണ് ബേക്കന്റെ ഒരു ട്രേറ്റ് അല്ലാത്തത്. അപ്പോൾ എല്ലാ റൈറ്റേഴ്സ്, നിങ്ങളുടെ സിലബസിലുള്ള എല്ലാ റൈറ്റേഴ്സിന്റെയും അവരുടെ ഒരു ജനറൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, ദ ടൈം ദേ ലിവ്ഡ് ഇൻ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് റെഗുലർ കുട്ടികളോടാണെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഫസ്റ്റ് ഹിസ്റ്ററി ഒന്ന് കവർ ചെയ്തതിന്റെ റീസണും അതാണ്. യു ഷുഡ് ഹാവ് എ ക്ലിയർ ഐഡിയ ഈ ഒരു റൈറ്റർ ഏത് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആണ്, പുള്ളിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, വാട്ട് വാസ് എ ടൈം ഇൻ വിച്ച് ഹി ലിവ്ഡ് ഇൻ. അപ്പൊ ആ പീരീഡിലുണ്ടായ വർക്ക്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. നോട്ട് ദാറ്റ് നിങ്ങൾ ഇങ്ങനെ ഫാക്ച്വൽ ആയിട്ട് ഇന്ന ഇയർ അത് ഒക്കെ ഓർത്ത് വെക്കണം എന്നുള്ളതല്ല. ഇത് ക്ലിയർ ആയിട്ടും വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഓരോ വർക്ക് പഠിക്കുമ്പോഴും. കാരണം ദ സിലബസ് ഇസ് വെരി സ്മോൾ. അപ്പം അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എത്ര ചലഞ്ചിങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതാണ്. അതും ഒരു ഡിഗ്രി ലെവൽ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ചോദിക്കാം എന്നുള്ളതായിരിക്കും അവർ ചെയ്യുക. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്ന വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഇങ്ങനെ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ HSIന്റെ ഐ തിങ്ക് 3 ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ. സെറ്റ് എക്സാമും സീറ്റ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ് ആക്ച്വലി. പക്ഷെ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുമ്പോൾ ദോസ് ആർ ഓൾ റിയലി ഈസി. പക്ഷെ അതിനകത്തൊക്കെ ഇങ്ങനെ ഉള്ള ചില ചാലഞ്ചസ് ഉണ്ട്. അപ്പോ ഇതെന്ന് വെച്ചാൽ ബേക്കണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള റൈറ്റേഴ്സിൽ എല്ലാവരുടെയും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഫീച്ചേഴ്സ് തന്നിട്ട് അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം വിച്ച് വൺ ഇസ് നോട്ട് ടെനറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ അത് നോക്കി വെക്കണം. ഓക്കെ, പിന്നെ ഭക്തിൻ്റെതൊക്കെ നിങ്ങൾ തിയറി, ഞാൻ അത് ഇതിന്റെ പോർഷൻസ് ആയതുകൊണ്ട് ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല.
പക്ഷെ കണ്ടോ ഇപ്പൊ 10ന്റെ ടേംസ് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അപ്പൊ ഭക്തിനായിട്ട് അസോസിയേറ്റ് ചെയ്ത ടേംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണം. ഇപ്പം നമ്മൾ തിയറി പഠിക്കുമ്പോൾ നമുക്ക് കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. ദാറ്റ്സ് വേ യു ഷുഡ് ബി ലേണിംഗ് തിയറി ആൻഡ് ഹൗ ടു അപ്ലൈ ദാറ്റ് തിയറി എന്നുള്ളതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായിട്ടും വേണം. അതേപോലെ തന്നെ നമുക്ക് ഓരോ ടേംസ് കേൾക്കുമ്പോഴും മേ ബി വി നോ വാട്ട് ഹെറ്ററോഗ്ലൂസിയ ഇസ്, വാട്ട് ഇസ് കാർണിവൽ, എന്താണ് ക്രോണോടോപ്പ് എന്നൊക്കെ നമുക്ക് അറിയായിരിക്കും. പക്ഷെ പെട്ടെന്ന് ക്രോണോടോപ്പ് എന്ന് കേൾക്കുമ്പോൾ അത് ഭക്തൻസ് ക്രോണോടോപ്പ് ആണ് എന്ന് നമുക്ക് പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റണം. ബിക്കോസ് നമ്മൾ ആ എക്സാമിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം വേറെയാണ്. അപ്പൊ ആ സമയത്ത് തെറ്റാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 5 റാങ്കിൽ വരണമെങ്കിൽ ഒരു ടൈനി ഒരു എന്താണ് ഓർമ്മിക്കാനുള്ള ബുദ്ധിമുട്ട് പോലും അതിനെ അഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മസ്റ്റ് ബി വെരി ക്ലിയർ. അപ്പോ ഈ ഒരു സംഭവം ഉണ്ട്, ഭക്തിൻ്റെതാണ് ക്രോണോടോപ്പ് എന്നുള്ളൊരു സംഭവം തിയറി പഠിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വേണം. പിന്നെ പിന്നെ ഇപ്പൊ ഇത് കണ്ടോ, ഹു ആർ ദ എഡിറ്റേഴ്സ് ഓഫ് ഫസ്റ്റ് ഫോളിയോ ഓഫ് പ്ലേസ് ഓഫ് ഷേക്സ്പിയർ, ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ യു ഗൈസ് ഓൾസോ. അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്, നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള സാധനമായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. അതുകൊണ്ട് യു ക്യാൻ ബി വെരി കോൺഫിഡന്റ്. പക്ഷേ പ്രിപ്പറേഷൻ വേണം താനും. ഓക്കെ, ഇനി നോക്കൂ ഇവിടെ പ്രോപ്പിന്റെ വ്ളാഡിമിർ പ്രോപ്സ് അനാലിസിസ് ഓഫ് ദ ഫോക്ക് ടെയിൽ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏതാണ്. അപ്പോ ഇപ്പൊ സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിസിസം ആണ് അതിന്റെ ആൻസർ. പുള്ളിക്കാരി മാർക്ക് ഇതേക്കും തെറ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയണം പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസത്തിൽ ആരൊക്കെയാണ് ഉള്ളത്, മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിൽ ആരൊക്കെയാണ് ഉള്ളത്, അൽത്തൂസർ എന്ന് പറഞ്ഞ ആരാണ്, അൽത്തൂസർ ഏത് സ്കൂളിൽ പെടുന്ന ആളാണ്, അങ്ങനെ ഓരോ തിയറിസ്റ്റിനെയും ക്ലിയർലി നിങ്ങൾക്ക് ഇന്ന ഇതിലാണ് എന്നുള്ള ഒരു ഐഡിയ വേണം. മേ ബി യു നോ പ്രോപ്പ് എന്താ ചെയ്തത്, പ്രോപ്പിന്റെ 31 ഫംഗ്ഷൻസ് ഉണ്ട്, ഇങ്ങനത്തെ സംഭവം എല്ലാം അറിയായിരിക്കും. പക്ഷെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ പ്രോപ്പ് സ്ട്രക്ചറലിസ്റ്റ് ക്രിട്ടിക് ആണ് എന്നുള്ള സംഭവം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു മൊമെന്റിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വേണം കേട്ടോ. സോ ദാറ്റ്സ് വൺ തിങ്. പിന്നെ ഇത് ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ടു വിച്ച് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് ഡസ് ഇംഗ്ലീഷ് ബിലോങ്? വെസ്റ്റ് ജർമാനിക് ആണ് ആൻസർ. അപ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ല ഏത് ഭാഷ വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. പക്ഷെ കുറച്ചുകൂടെ ഒരു മേജർ ലാംഗ്വേജ്, ഇപ്പം നമ്മൾ ഒരു രീതിയിലും കേട്ടിട്ടില്ലാത്ത ഭാഷ എടുത്ത് ചോദിക്കുന്നല്ല, നമ്മൾക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ലാംഗ്വേജസ് ഒക്കെ ഏതിലാണ് വരുന്നത് എന്നൊക്കെ ഉള്ളൊരു ക്ലിയർ ഐഡിയ എടുത്ത് വെക്കണം. പിന്നെ അത് നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് കോൺസെപ്റ്റ് ഓഫ് സെഷ്യൂർ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നും ചോംസ്കിയുടെ ആണ്, അങ്ങനെ തോന്നരുത്, ചോംസ്കിയുടെ ആണ് ഡയോക്രോണി ആൻഡ് സിങ്ക്രോണി തോന്നും. പക്ഷെ അല്ല, ഇതിനകത്ത് കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ് ആണ് ചോംസ്കിയുടേത്, ബാക്കിയൊക്കെ സെഷ്യൂറിന്റെ ആണ്. അപ്പൊ ഈ ഒരു ക്ലാരിറ്റി എപ്പോഴും ആ ഒരു പ്രിപ്പറേഷനിൽ വേണം. ബിക്കോസ് നമ്മൾ വി ആർ ഓൾമോസ്റ്റ് നിയറിംഗ് ദ എക്സാം. നമ്മൾ ആ ഒരു ലാസ്റ്റ് 3 months ഓഫ് സീരിയസ് സ്റ്റഡി ആണ്. ദീസ് 3 months ഡിസൈഡ് വെദർ യു ആർ ദെയർ ഓർ നോട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി നമ്മൾ പഠിച്ച് വെക്കുമ്പോൾ വേണം. ഇനി നോക്കൂ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2, നെയിം ഓഫ് ദ ക്രിറ്റിക്സും അവരുടെ തിയറീസും ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ ഒരു സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് തിയറിക്കാണ്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പൊ നെറ്റ് എക്സാമിലാണെങ്കിലും കുറച്ചും കൂടെ തിയറിക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ കുറെ ഹിസ്റ്ററിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ദാറ്റ് വാസ് എ ട്രെൻഡ്. ഇപ്പം പക്ഷെ അങ്ങനെ ഹിസ്റ്ററിയിൽ അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാറില്ല. അതായത് ആ ഒരു ഇയറിന് ഫോക്കസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു 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 എന്താണ് ഒരു ഇറാഷണൽ ആയിട്ടുള്ള ഒരു മെമ്മറൈസേഷന് പ്രാധാന്യം കൊടുക്കാതെ പകരം കുറച്ചുകൂടെ ഒരു വേറെ രീതിയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ HSCന്റെ ക്വസ്റ്റ്യനും തിയറിക്ക് കുറച്ച് പ്രാധാന്യം ഉണ്ടാവും എന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർക്കിന്റെ ഫാക്ച്വൽ ആയിട്ടുള്ള ഡീറ്റെയിൽസിനെക്കാളും പ്രോബബ്ലി ദ ഇമ്പോർട്ടൻസ് വിൽ ബി ലെയ്ഡ് ഓൺ നമ്മൾ ഹൗ മച്ച് വി നോ ദ വർക്ക്, ഹൗ ഫെമിലിയർ ആർ വി വിത്ത് ദ വർക്ക്, അത്തരം ഇതിലായിരിക്കും ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ഫെമിലിയർ വിത്ത് ഓൾ ദ സിലബസിലുള്ള വർക്ക്സിന്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബി ഫെമിലിയർ വിത്ത് ഓൾ ദ വർക്ക്സ് ഇൻ ദ സിലബസ് കേട്ടോ. അപ്പൊ കുറച്ച് ഡീസെന്റ് ആയിട്ട് ഒരു സീരിയസ് പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് യു ഓൾ വിൽ ഡെഫിനറ്റ്ലി കം ഇൻ സംവെയർ ഇൻ ദ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസോടുകൂടി പഠിക്കുക. നോക്കൂ, ഇതേപോലെ കിങ് ലിയർ അല്ല നമുക്ക് പഠിക്കാനുള്ള മെക്ബെത്ത് ആണ്. പക്ഷെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. പ്ലക്ക് ഔട്ട് ഹിസ് ഐസ് ആർ സ്പോക്കൺ ബൈ ഡാഷ് ഇൻ ഷേക്സ്പിയേഴ്സ് കിങ് ലിയർ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇത്തരം വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ട്സ് ആരാണ് പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ മാക്ബത്ത് മൊത്തം ഇരുന്ന് വായിക്കണം എന്നല്ല, ബട്ട് യു ഷുഡ് നോ ആ വർക്കുമായിട്ട് ഭയങ്കര ഒരു ഫെമിലിയാരിറ്റി നിങ്ങൾക്ക് വേണം.
പിന്നെ ഓരോ ആക്ടിലും എന്താണ് പ്ലേസ് പഠിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓരോ ആക്ടിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഹൗ ദ സ്റ്റോറി അല്ലെ ഹൗ ദ നാരേറ്റീവ് ചേഞ്ചസ് ഇൻ എവ്രി ആക്ട്, ഓരോ സീനിലും എന്താണ് സംഭവിക്കുന്നത്, പിന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സോൾ ലക്കീസ് ഒക്കെ ഏതിലാണ് വരുന്നത്, ഏത് ആക്ടിലാണ്, മേ ബി അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ബിക്കോസ് അതൊരു മെമ്മറൈസേഷന്റെ ഭാഗമാണ്, ഏത് ആക്ടിലാണ്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സോൾ ലക്കീസ് എവ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻസ് നോ ദാറ്റ് ഇത് ഇന്ന ആക്ടിലാണ്, അല്ലെങ്കിൽ ഇപ്പോ ഇന്ന പെർട്ടിക്കുലർ സീൻ എന്ന് പറയുന്നത് ഇന്ന ഡ്രാമയിലാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഐഡിയ വേണം. അതൊന്നും ഒരിക്കലും തെറ്റിപ്പോകുന്ന രീതിയിൽ വരരുത് കേട്ടോ. ഇനി പിന്നെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഈ 44th ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് കാതറിൻ മാൻസ്ഫീൽഡ് റിവീൽ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹോം. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് നമുക്ക് ഈ പർട്ടിക്കുലർ റൈറ്ററിനെ എത്രത്തോളം അറിയാം എന്നുള്ളതാണ്. ആ റൈറ്റർ ആരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ അത്തരം ഡീറ്റെയിൽസ് എല്ലാ റൈറ്റേഴ്സിനെ കുറിച്ചും വേണം. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോ ഓഫ് എവറി റൈറ്റർ നിങ്ങൾക്ക് വേണം കേട്ടോ. പിന്നെ ഇത് ആൻഡ്രൂ മാവൽസ് ലൈൻ വെജിറ്റബിൾ ലവ് ഷുഡ് ഗ്രോ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. അപ്പൊ അതില് ഇതിപ്പം നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതേസമയം ഐറണി എന്താണ്, ഓക്സിമോറൺ എന്താണ്, മെറ്റോണിമി എന്താണ്, ഹൈപ്പർബലി എന്താണ്, ഇത്തരം സാധനം വേണം. പിന്നെ ഈ 46ാമത്തെ ക്വസ്റ്റ്യൻ വേറൊരു ഐ ഓപ്പണർ ആണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ സീക്വൻസിനൊന്നും അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഈ സെറ്റ് എക്സാമിലും അവർ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, കറക്റ്റ് സീക്വൻസ് ഓഫ് ദ പ്ലേസ് ഓഫ് ഷേക്സ്പിയർ. അപ്പൊ ആ ഒരു ഐഡിയ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി വെക്കാൻ. എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇയർ വെച്ചിട്ട് ക്രോണോളജിക്കലി ഓർത്തിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ വെൻ യു പ്രിപ്പയർ സം കോഡ് വേർഡ്സ് അങ്ങനെയൊക്കെ ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. ആ സീക്വൻസുകൾ, ഏത് വർക്കാണ് ആദ്യം എഴുതിയത്, ഏത് വർക്കാണ് പിന്നെ വന്നത്. ഇപ്പൊ ഷേക്സ്പിയറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഷേക്സ്പിയറിന്റെ ഒരു ജനറൽ ഐഡിയ എന്തായാലും നിങ്ങൾക്ക് വേണം. മേ ബി വേറെ റൈറ്റേഴ്സിനൊന്നും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലെങ്കിലും ദർസ് എ ചാൻസ് ദാറ്റ് ദേ വിൽ ആസ്ക് യു ജനറൽ ക്വസ്റ്റ്യൻസ് ഓൺ ഷേക്സ്പിയർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഷേക്സ്പിയർസിന്റെ ട്രാജഡീസ് ഏതാണ്, കോമഡീസ് ഏതാണ്, ലാസ്റ്റ് പ്ലേ ഏതാണ്, ഷോർട്ടസ്റ്റ് പ്ലേ ഏതാണ്, ലോങ്സ്റ്റ് പ്ലേ ഏതാണ്, പിന്നെ ലാസ്റ്റ് പ്ലേ ഏതായിരുന്നു, ഫെസ്റ്റ് ഏതായിരുന്നു, ഇത്തരം ഒരു ഐഡിയ അല്ലെങ്കിൽ ഇത്തരം ചില ആക്ച്വലി മീനിങ്ലെസ് ആയിട്ടുള്ള ചില ഫാക്ടുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇനി പിന്നെ ഇത് കണ്ടോ, ഹി റീഡ്സ് അയൺ ഫോക്കേഴ്സ് ഇൻ ടു ലവ് നോട്ട്സ് ഇസ് എ ക്രിട്ടിക്കൽ കമന്റ് ഓഫ് ഡാഷ് ഓൺ ഡാഷ്. ഇത്തരം ഫേമസ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ ആരെ കുറിച്ച് പറഞ്ഞു, അത് നിങ്ങൾ സിലബസിൽ ഓരോ റൈറ്റേഴ്സിനെ പഠിക്കുമ്പോഴും പ്രിപ്പയർ. ഓക്കെ, അത് പ്രത്യേകം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ദോസ് ആർ പ്രിപ്പയറിംഗ് ഓൺ യുവർ ഓൺ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇന്ന ക്രിട്ടിക്കൽ കമന്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ക്യാൻ ഓൾസോ ബി ആസ്ക്ഡ്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആഫ്രിക്കൻ റൈറ്റർ. കണ്ടോ, ഒരാളുടെ നാഷണാലിറ്റി ഏതാണ്, അതായത് ഒരു ബേസിക് അവയർനെസ് ഓഫ് ദ ഓഥർ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം ജനറൽ ആയിട്ട് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കില്ല, പക്ഷെ നിങ്ങളുടെ സിലബസിലുള്ള റൈറ്റേഴ്സിനെ കുറിച്ച് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ, 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ലിംഗ്വിസ്റ്റ് ടു ഡെവലപ്പ് ദ ഇൻപുട്ട് ഹൈപ്പോത്തസിസ് ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. അപ്പം ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഇത് ഒരുവിധം ഒരു സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 95% ആളുകളും, അതായത് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത 95% ആളുകളും കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്ന തരം ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. സ്റ്റീഫൻ ഗ്രാഷനാണ് ആൻസർ. അപ്പൊ ഇത്തരം ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ ഒരിക്കലും തെറ്റിക്കരുത്. ആ ചോദ്യങ്ങൾ ഒരിക്കലും യു ഷുഡ് നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു ലീവ് ദം ബ്ലാങ്ക്. ഉറപ്പായിട്ടും അത്തരം ചോദ്യങ്ങൾ ആ സമയത്ത് കൃത്യമായിട്ടും ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി ഇത് നോക്കൂ. ദ ക്യാരക്ടറിസ്റ്റിക് ഡിസ്പ്ലേഡ് ബൈ മെക്ബെത്ത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കില്ലിംഗ് ഡങ്കൻ. പെരിപെറ്റിയാണോ, ഹമേഴ്ഷിയാണോ, അല്ലെങ്കിൽ നോറിസ് ആണോ, കറ്റാസ്ട്രോഫി ആണോ? അപ്പോ ഇത് നിങ്ങൾക്ക് കാറ്റാസ്ട്രോഫി, നിങ്ങൾക്ക് പ്ലേ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ കൃത്യമായിട്ടും ഇത് കഴിയുമ്പോൾ എന്താണ് മാക്ബെത്തിന് സംഭവിച്ചത്, അത് ഐ എക്സ്പ്ലെയിൻ ദിസ് ലൈക്ക് ഇൻ ടുഡേയ്സ് ക്ലാസ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ ദിസ്. അപ്പം ഇത് എന്താ സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം മേ ബി എനിക്ക് ഇന്ന് സമയം കിട്ടിയില്ലെങ്കിലും to the regular students, I plan to take Macbeth tomorrow. അപ്പം we'll explain that. ടെസ്റ്റ് ബാച്ചിലെ കുട്ടികൾ
നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് പ്ലേയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവന്റ് ബൈ ഇവന്റ് ആയിട്ട് എന്താണ് ആ സ്റ്റോറി ലൈനിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം ഓരോ ആക്ടിലും ഓരോ സീനിലും. അപ്പം അതറിയാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി സീ നോക്കൂ, ദ ടൈറ്റിൽ ഓഫ് ദ നോവൽ റിട്ടൺ ബൈ സിൽവിയ പ്ലാത്ത്. ഇതും ഈ റൈറ്ററിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് തന്നിരിക്കുന്നത്. അതിൽ ഓരോന്നും ഏത് ജാനറിൽ പെടുന്നതാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, സോ ദാറ്റ്സ് വൺ തിങ്. ജാനർ ഏതാണെന്ന് നോക്കി വെക്കുക. പിന്നെ ഇതിനകത്തൊന്നും അത്രയ്ക്ക് നോക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഹു എഡിറ്റഡ് ദ ഓക്സ്ഫോർഡ് കമ്പാനിയൻ ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ? മാർഗരറ്റ് ഡ്രാബിൾ ആണ്. എവ്രി വൺ നോസ് ദാറ്റ്. ഇത്തരം വളരെ ബേസിക് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് HSIക്ക് ചോദിക്കുക. അപ്പൊ ഡോണ്ട് തിങ്ക് ദാറ്റ് അതൊരു ഒരു ആന കയറാ മലയാണ് ഇത് കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും അല്ല. ഭയങ്കര ഒരു സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് ആക്ച്വലി ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംഭവം കൃത്യമായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണം എന്നാണ് ഈ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മേ ബി യു ലുക്ക് ഹിയർ, ഇൻ എഡ്യൂക്കേഷൻ സൈക്കോളജി ഡാഷ് റെഫേഴ്സ് ടു എ പീരിയഡ് when the learner regardless of their best efforts seem to stop making visible progress. ലേണിംഗ് കർവ് ആണോ, ലേണിംഗ് പ്ലാറ്റു ആണോ, ഫർഗെറ്റിംഗ് കർവ് ആണോ, കോഗ്നിറ്റീവ് ലേണിംഗ് ആണോ? ഇത് ഓരോന്നും എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് ഇത് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ് ആൻസർ ഇതിന്റെ? പറയൂ. പറയൂ. ഇവിടെ സാഹിത്യം മാർക്ക് ചെയ്തിരിക്കുന്ന ശരിയാവണം എന്നില്ല കേട്ടോ. യു നോ വാട്ട് ഇസ് കോഗ്നിറ്റീവ് ലേണിംഗ്. ഉറപ്പായിട്ട് കോഗ്നിറ്റീവ് ലേണിംഗ് അല്ല ആൻസർ. എന്താണ് എന്റെ ആൻസർ? ലേണിംഗ് പ്ലാറ്റ്യൂ. ലേണിംഗ് പ്ലാറ്റു ആണ് ആൻസർ. റെഫേഴ്സ് ടു എ പീരിയഡ് when the learner regardless of their best efforts seem to stop making visible progress. അപ്പൊ ഇത് ഓരോ ടേംസ് നമ്മൾ ഒരു മിനിറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? മേ ബി am I here? എനിക്ക് തോന്നുന്നു ഞാൻ Yes, ഡിസ്കണക്റ്റഡ്. sir. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ മാർഗരറ്റ് ഡ്രാബിളിന്റെ കാര്യമല്ലേ. സോ അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇറ്റ്സ് ഈസി ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലേണിംഗ് പ്ലാറ്റ് ഓരോ ടേംസും വി ഷുഡ് ബി ഏബിൾ ടു എന്താണ് ഐഡന്റിഫൈ എന്താണ് സംഭവം എന്നുള്ള ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് ഈ എന്താണ് മെത്തഡോളജിയിൽ അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് എത്ര ക്ലിയർ ആയിട്ട് അറിയാമെന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടന്റ്, വേറെ ഒന്നും അതിനകത്ത് ഇല്ല. ഇപ്പോ അതിൽ കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മേ ബി ആ ഹിസ്റ്ററി കോൺസെപ്റ്റ് ഡെവലപ്മെന്റിൽ അല്ലാതെ ബാക്കി എല്ലായിടത്തും ചോദിക്കാൻ സാധ്യതയുള്ളത് ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ബേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷണൽ ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ 3 ടേംസും അറിയാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ ആ ഹിസ്റ്ററി കോൺസെപ്റ്റുവൽ ഡെവലപ്മെന്റ് ആ ഒരു പോർഷനിൽ കുറച്ച് ഇയേഴ്സും കുറച്ച് ഫാക്ട്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. അതിന് ഒരു ക്വസ്റ്റ്യനോ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഹൗ യു ഷുഡ് പ്രിപ്പയർ മെത്തഡോളജി. പിന്നെ ഈ ലിംഗ്വിസ്റ്റിക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഓരോ ടേംസും എന്താണ് എന്നുള്ളത് കൃത്യമായി, അതായത് സെമിയോട്ടിക്സ് എന്താണ്, സെമാൻറ്റിക്സ് എന്താണ്, ഇതെല്ലാം ഒന്നും തമ്മിൽ മാറിപ്പോകരുത്. എല്ലാം കൃത്യമായിട്ട് സെമിയോട്ടിക്സ് ഇന്നതാണ്, സെമാൻറ്റിക്സ് ഇന്നതാണ്, ഫോണോളജി ഇന്നതാണ്, ഫോണോടാക്ടിക്സ് ഇന്നതാണ്. അപ്പം ഓരോ ടേംസും എന്താണെന്നുള്ള കൃത്യമായിട്ട് ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോ അതിനകത്ത് നിന്നുള്ളത് എല്ലാം കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. കാരണം അത് നമുക്ക് വേറെ ചലഞ്ച് ഒന്നും ഇല്ല, കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റും. ദീസ് തിങ്സ് മാറ്റർ കേട്ടോ. ഈ ചെറിയ കാര്യങ്ങൾ ശരിക്കും മാറ്റർ ചെയ്യുന്നുണ്ട് ഫോർ യു ടു കം ഇൻ ദ ടോപ്പ് 5. അല്ലാതെ ഇപ്പൊ നമുക്ക് എനിബഡി വിൽ ഗെറ്റ് ഒരു 80% ആൻസർ ഇതിനകത്ത് കിട്ടും.
നിങ്ങൾ ഇത്രയും നിങ്ങളൊരു സീരിയസ് ആയിട്ട് പഠിക്കുന്ന നിങ്ങൾക്ക് 80% ചോദ്യങ്ങൾ കൃത്യമായിട്ടും കിട്ടും. പക്ഷെ നമ്മൾ ചലഞ്ച് ചെയ്യാൻ നേരത്തെ പറഞ്ഞതിൽ ഇറ്റ്സ് നോട്ട് ആൻസറിങ് ദിസ് 80% ഓഫ് ദ ക്വസ്റ്റ്യൻസ് കറക്റ്റ്ലി. നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇസ് ടു കം ടോപ്പ് 5. അതിലായിരിക്കണം നമ്മുടെ ഫോക്കസ് മുഴുവനും. ഇത് നോട്ട് ടു ആൻസർ 80% അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് അറിയാം എന്നുള്ളതിനകത്തല്ല. ദാറ്റ് എവ്രിബഡി നോസ്. കാരണം അത്രയ്ക്ക് സിമ്പിൾ ആണ് ചോദ്യങ്ങൾ. ചലഞ്ചസ് ഏതെല്ലാം ഏരിയാസിൽ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ ഫിക്സ് ചെയ്യുക. ഈ ലിംഗ്വിസ്റ്റിക്സിൽ ഒറ്റ ചോദ്യം പോലും ഒരാൾ പോലും തെറ്റിക്കരുത്. ഒരു ഓർമ്മയില്ലാതിരിക്കുന്ന ഒരു വിഷയം ഒരിക്കലും ഉണ്ടാവരുത് കേട്ടോ. ഞാൻ റെഗുലർ ബാച്ചിലെ കുട്ടികളോടുമാണ് പറയുന്നത്, ഇഫ് യു നീഡ് മോർ എക്സാംസ് ജസ്റ്റ് ആസ്ക്. എന്നിട്ട് കുറച്ചും കൂടെ എക്സാംസ് അറ്റൻഡ് ചെയ്യുക, കുറച്ചുകൂടെ ക്വിസസ് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യുക, വിച്ച് വിൽ ഹെൽപ്പ് യു റിമെമ്പർ ദിസ് ലിംഗ്വിസ്റ്റിക്സ്. ലിംഗ്വിസ്റ്റിക്സിൽ ഒറ്റ ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റിക്കരുത്. കാരണം അതിനകത്ത് തെറ്റിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതിനകത്ത് ഒരു ചലഞ്ചും ഇല്ല എന്നുള്ളതാണ്. എല്ലാം സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ കിട്ടും. ഓരോന്നും എന്താണെന്നുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഇനി ഇത് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഇൻ ലാംഗ്വേജ് ക്ലാസ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഓബ്ജക്ട് അസോസിയേറ്റഡ് വിത്ത് എവറിഡേ ലൈഫ് ആസ് ടാഞ്ചിബിൾ ടീച്ചിങ് ലേണിംഗ് എയ്ഡ്? എന്താണ്? ഡയറമ ആണോ, വെർച്വൽ റിയാലിറ്റി ആണോ, റിയാലിയ ആണോ, റിയൽ ടൈം മെറ്റീരിയൽസ് ആണോ? മഞ്ജു, നിങ്ങളെ ടീച്ചിങ് എയ്ഡ്സ് പഠിപ്പിച്ചിരുന്നോ? ആര്യ, വർണ്ണ, മിത്ര പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങളെ മെത്തഡോളജിയിൽ? ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് പഠിപ്പിച്ചു. ടീച്ചിങ് എയ്ഡ്സ് പഠിപ്പിച്ചു. കൃത്യമായിട്ടും ഓരോന്നും അറിയാലോ ഇതെന്താണെന്നുള്ളത്. ഇതിനകത്തൊക്കെ ഈ ലിംഗ്വിസ്റ്റിക്സിലുള്ള ഒരു അതേ സംഭവം തന്നെയാണ് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതെന്താണെന്നുള്ള കൃത്യം റിയാലിയ നമ്മൾ ഒരുപാട് പ്രാവശ്യം മെത്തഡോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അപ്പൊ എന്താണ് ഓരോന്നും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ആൻഡ് ഐ ഹോപ്പ് ഭയങ്കര ക്വസ്റ്റ്യൻസ് ആർ ടു സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്. അതുകൊണ്ടാണ് ഐ സംടൈംസ് ഈവൻ ഫർഗെറ്റ് ടു ടെൽ യു ദ ആൻസേഴ്സ്, ബിക്കോസ് ഞാൻ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ആൻസേഴ്സ് ഓൾറെഡി അറിയാമെന്നുള്ളതാണ്. ബട്ട് ഞാൻ ഇതിന്റെ കീയും അതായത് LBS ഇപ്പം റിലീസ് ചെയ്ത കീയും ഈ ക്വസ്റ്റ്യനും കൂടെ ഐ വിൽ അപ്ലോഡ് ഇൻ യുവർ ക്ലാസ് റൂം കേട്ടോ. ഇനി ഇതിനകത്ത് ഇത് കണ്ടോ, വാട്ട് ഇസ് ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ദ പ്ലൂറൽ മോർഫീം ഓഫ് ദ വേർഡ് ബ്രിഡ്ജസ്? എസ് ആണോ, ഇസ് ആണോ, ഇസ് ആണോ എന്നുള്ളതാണ്. എന്താണ് അതിന്റെ ആൻസർ? ഓപ്ഷൻ സി തന്നെയല്ലേ? ഇസ് എന്നുള്ളതാണ് ആൻസർ. അപ്പം ഇവിടെയൊക്കെ ചിലപ്പോ നമുക്ക് ഫോണറ്റിക്സിന്റെ ഏരിയയിലാണ് ചിലപ്പം ഒന്ന് തെറ്റാനുള്ള സാധ്യതയുള്ളത്. പക്ഷെ അത് ലൈക്ക് വിത്ത് പ്രാക്ടീസ് യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ഇറ്റ്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ചലഞ്ചിങ് ആണ്. ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഇനി ഒരു 3 months ലൈക്ക് എവിടെയൊക്കെയാണ് ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് ഞാൻ ഒരു 1 more റിവിഷൻ നടത്തി അത് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഭവം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഇനി കേട്ടോ, ക്ലിയർലി റൈറ്റ് ഇറ്റ് ഔട്ട്, ചാർട്ട് ഔട്ട് യുവർ പ്ലാൻ. ഇനി എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഭവം അത് നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 2 or 3 അല്ലെങ്കിൽ ഒരു HSIന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുത്തിട്ട്, പക്ഷെ അത് കുറച്ചുകൂടി പഴയ സാധനമാണ്. അതുകൊണ്ടാണ് വളരെ റീസെന്റ് ആയിട്ടുള്ള അവരുടെ ഒരു ക്വസ്റ്റ്യൻ സെറ്റേഴ്സിന്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഐ ടുക്ക് ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ പെർട്ടിക്കുലർലി. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ഞാൻ എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്തിലൊക്കെയാണ് ഞാൻ കുറച്ചും കൂടെ വർക്ക് ചെയ്യേണ്ടത്. ലൈക്ക് ഇപ്പം ചിലർക്ക് ടേംസ് പെട്ടെന്ന് ഓരോന്നും ക്ലിയർലി ഐഡിയ ഉണ്ടാവണമെന്നില്ല. അപ്പൊ റീഡ് ഇറ്റ് വൺസ് അഗൈൻ ആൻഡ് ദാറ്റ്സ് ഡൺ. പിന്നെ എല്ലാ വർക്ക്സിലും നമ്മുടെ നോട്ട്സിനകത്ത് അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഓരോ വർക്ക്സും എന്താണ് അതിന്റെ സെറ്റിങ്, എന്താണ് തീം, എന്താണ് ഓപ്പണിംഗ് ലൈൻ, എന്താണ് ക്ലോസിംഗ് ലൈൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ്സ് എന്തൊക്കെയാണ്, പിന്നെ ഓരോ വർക്കിനെ കുറിച്ചും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കമന്റ്സ് എന്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടും ഒരു വർക്ക് പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് ക്ലിയർ ആയൊരു സാധനം വേണം. ഇഫ് യു പ്രിപ്പയർ യുവർ ഓൺ നോട്ട്സ് ഓൾസോ, നിങ്ങൾ ഈ ഒരു സംഭവം പ്രത്യേകം തന്നെ എഴുതി സൂക്ഷിക്കണം ഫോർ യുവർ റിവിഷൻ പീരിയഡ് കേട്ടോ. സോ ഇനി ഇവിടെ നോക്കൂ. ഹൂ ഇസ് എ പ്രൊട്ടാഗണിസ്റ്റ് ഇൻ ഹോതോൺസ് നോവൽ സ്കാർലറ്റ് ലെറ്റർ? ഇത്ര ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഹെസ്റ്റർ ബ്രണ്ണാണ് ആൻസർ. ഇത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് HSIക്ക് നിങ്ങൾക്ക് ചോദിക്കുക. ഡോണ്ട് തിങ്ക് ദാറ്റ് ഭയങ്കര PSC എന്തൊക്കെയോ ഭയങ്കര ഡിഫിക്കൽട്ട് ആക്കി സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ അവര് ഇപ്പോ സെറ്റ് എക്സാമിന് അപ്പുറത്തേക്കുള്ള സാധനമൊന്നും ഉണ്ടാവില്ല. സ്റ്റേറ്റ്മെന്റ് ലെവൽ ആണെങ്കിൽ തന്നെ അവർ ചോദിച്ചോട്ടെ. അത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും. അപ്പോ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ യു ബി ഏബിൾ ടു ഡു ദിസ്. ഇത് നോക്കൂ, ഇപ്പം ക്രിട്ടിക്സും അവർ ഏതൊക്കെ സ്കൂളിലാണ് പെടുന്നത്. വീണ്ടും ഒരുപാട് തിയറിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ HSIക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഫോക്കസ് ഓൺ തിയറി എ ലിറ്റിൽ മോർ.
കാരണം തിയറിക്ക് ഇപ്പോൾ ഒരു കുറച്ച് പ്രാധാന്യമുള്ള അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ തിയറി കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. മേ ബി തിയറി ഈസ് ഡിഫിക്കൾട്ട് ഫോർ യു, പക്ഷേ അത് ഏത് രീതിയിൽ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് ആ തിയറി പറയുന്നത്, സിമ്പിൾ ടേംസ് പഠിച്ചു വെക്കുക കേട്ടോ. അത് എന്തായാലും ചോദിക്കും. ആ രീതിയിലൊക്കെ ആയിരിക്കും എക്സാം ചലഞ്ചിങ് ആവാന്നാണ് എൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു അനാലിസിസ്. നോക്കൂ, ഈ 4 തിയറിസ്റ്റിന്റെയും ഏതൊക്കെയാണ്, മേ ബി നിങ്ങൾക്ക് 4 പേരെ അറിയാൻ പറ്റുന്നില്ലെങ്കിലും 3 പേരെ എന്തായാലും കൃത്യമായിട്ട് ഇന്ന ക്രിട്ടിക്കൽ സ്കൂളിലാണ് പെടുന്നതെന്നുള്ളൊരു ഐഡിയ വേണം കേട്ടോ. ഇനി മേ ബി നിങ്ങൾ ഈ ഷാഡ്വെലിന്റെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹി നെവർ ഡീവിയേറ്റ്സ് ഇൻ ടു സെൻസ് ദ ലൈൻ റെഫേഴ്സ് ടു എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു ഐഡിയ വേണം ഈ ലൈൻ ഏതെന്നാണ് വരുന്നത്. പിന്നെ നമുക്കൊരു ഐഡിയ വേണം എല്ലാ വർക്കിന്റെയും ഒരു വൺ ടൈം, അതായത് പ്ലേസ് വായിക്കണം എന്നല്ല, പോംസ് പിന്നെ റീഡബിൾ ആയിട്ടുള്ള ഫിനിഷബിൾ ആയിട്ടുള്ള വർക്ക്സ് ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഒരു വൺ ടൈം എങ്കിലും വായിച്ചിരിക്കണം. യു ഷുഡ് ബി വെരി ഫെമിലിയർ വിത്ത് ദ ടെക്സ്റ്റ്. ഇപ്പം പ്ലേസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഫുള്ള് വായിച്ചില്ലെങ്കിലും അതിനകത്തുള്ള പ്രധാന ഹാപ്പനിങ്സ് എന്തൊക്കെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ എന്തിലേക്കാണ് ഓരോ ഇവന്റ്സും ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇത് ആരെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് ആര് പറയുന്നതാണെന്നൊക്കെ ഉള്ള സാധനങ്ങൾ ചോദിച്ചാൽ യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ. ഓക്കെ. ഇനി പിന്നെ ഇത് നോക്കൂ, വിച്ച് ഓഫ് ദ സിലബിൾസ് സ്ട്രെസ്ഡ് ഇൻ ദ വേർഡ് ഡിസയറബിലിറ്റി. അപ്പം ഫോണറ്റിക്സിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 1-2 ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഫോണറ്റിക്സ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇനി നോക്കൂ, വീണ്ടും തിയറി തന്നെയാണ് ക്വസ്റ്റ്യൻ. ഡെറിഡ മേക്സ് യൂസ് ഓഫ് ദ ടേം അപ്പോറിയ ടു മീൻ വാട്ട്. അപ്പം ഇത് കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ആൻസർ. അപ്പം നമ്മുടെ ഒരു ഇനി നമുക്ക് 20 minutes കൂടെ ഉള്ളൂ. നമുക്കൊരു 5 questions ക്ലിയർലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. സോ ദാറ്റ് നിങ്ങൾക്ക് എന്തൊക്കെയോ ക്ലാസ് എടുത്തു എന്നുള്ളൊരു ഫീലിംഗ് വരും. ഓക്കെ. അപ്പം പറഞ്ഞു വന്ന പോലെ ഇത് 3ാമത്തെ ആഴ്ചയാണ്. യു വിൽ ഹാവ് 1 more week. ടെസ്റ്റ് ബാച്ചിലെ കുട്ടികളോടാണ്, യു വിൽ ഹാവ് 1 more week. നിങ്ങൾ അത് കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പോവാണ്. ബട്ട് ഡോണ്ട് വറി, നിങ്ങൾ ഒരു മന്ത് തീർന്നു പോകുന്ന വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കരുത്. നമ്മൾ എല്ലാ മാസവും ഇത്ര ഒരു പോർഷൻ സിലബസിൽ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിന്റെ ഐഡിയ തന്നെ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഡയറക്ട് മെത്തേഡ് ഓഫ് ടീച്ചിങ്. അപ്പൊ അവര് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം വേണ്ടത് ഡയറക്ട് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്താണെന്ന് അറിയുക എന്നുള്ളതാണ്. സോ ദർ ഇസ് സ്ട്രേറ്റ് റിലേഷൻ ബിറ്റ്വീൻ തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. ഗ്രാമർ ഇസ് തോട്ട് ഡിഡക്റ്റീവ്ലി. ഇറ്റ് ടീച്ചസ് ദ ലാംഗ്വേജ്, ഡസ് നോട്ട് ടീച്ച് അബൌട്ട് ദ ലാംഗ്വേജ്. ദ എംഫസിസ് ഇസ് ഓൺ റൈറ്റിംഗ്. ഇതിൽ ഏതൊക്കെയാണ് ഡയറക്ട് മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത്? ഇതിന്റെ ആൻസർ സി ആണ്, 2 and 4 ഓൺലി. ഗ്രാമർ ഇസ് ടോട്ട് ഡിഡക്റ്റീവ്ലി അല്ല ഡയറക്ട് മെത്തേഡില്. എംഫസിസ് റൈറ്റിംഗിലും അല്ല ഡയറക്ട് മെത്തേഡില്. സ്പീക്കിങ്ങിലും ലിസ്ണിങ്ങിലുമാണ് ഡയറക്ട് മെത്തേഡിന്റെ ഫോക്കസ് ഉള്ളത്. അപ്പോൾ 2 and 4 ഓൺലി ആണ് ഇതിന്റെ ആൻസർ. നിങ്ങൾ ഞാൻ ഇതിന്റെ PDF ഇടാം. ഡോണ്ട് തിങ്ക് ഈ ടിക്കറ്റ് ഇട്ടിരിക്കുന്നതാണ് ഇതിന്റെ ആൻസർ. ദിസ് ഇസ് ഹൗ ഐ ഗോട്ട് ദ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ ഞാൻ അതിന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ അതേപോലെ വെച്ചിരിക്കുന്നതാണിത്. സോ ദ ആൻസർ മസ്റ്റ് ബി ഡിഫറെന്റ് കേട്ടോ. സോ ഡയറക്ട് മെത്തേഡ് എന്താണെന്നുള്ളത് ഇത് ELTയിലെ പോർഷൻ ആണ്. റെഗുലർ കുട്ടികളോടാണ് നമ്മളിത് എടുത്തിട്ടില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി എടുക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. സോ ജസ്റ്റ് സീ ദിസ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ കേട്ടോ. അപ്പോൾ ഡയറക്ട് മെത്തേഡ് ആക്ച്വലി ഫ്രാൻസിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു സംഭവമാണ്. ഇറ്റ് കെയിം ഇൻ 1901. അതിനൊരു നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ റിഫോംഡ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാലും ഡയറക്ട് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന് ഒരു ഇറ്റ് കെയിം ആസ് എ റിയാക്ഷൻ അഗൈൻസ്റ്റ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. അപ്പോൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്താണ് പറയൂ? GT മെത്തേഡ് എന്താണ്? രശ്മി, പ്രതീഷ് പറയൂ. നിതീഷ് പറയൂ. ട്രാൻസ്ലേഷൻ L1-ൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മെത്തേഡ് അല്ലേ? അതായത് ആ പേര് പറയുന്ന പോലെ തന്നെ ഗ്രാമർ അതായത് നമ്മൾ മദർ ടങ് പറഞ്ഞു കൊടുത്തിട്ട് അതിന് ട്രാൻസ്ലേഷനിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടാർഗറ്റ് ലാംഗ്വേജ് അല്ല പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആവശ്യമില്ലാത്ത മെത്തേഡാണ് ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമിംഗ് ആയിട്ടുള്ള. അതെ.
അപ്പൊ ഈ GT മെത്തേഡിന് ഒരു റിയാക്ഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ കെയിം ആസ് എ റിയാക്ഷൻ അഗൈൻസ്റ്റ് ദിസ് GT മെത്തേഡ്. അപ്പോ ഈ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിലൂടെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് വെച്ചാൽ, ദ ലേണിംഗ് ഹാപ്പൻസ് ത്രൂ കോൺവെർസേഷൻസ്, ഡിസ്കഷൻസ് ആൻഡ് റീഡിംഗ് വിതൗട്ട് യൂസ് ഓഫ് ദ പീപ്പിൾസ് ലാംഗ്വേജ്, വിതൗട്ട് ട്രാൻസ്ലേറ്റിംഗ് ആൻഡ് വിതൗട്ട് ദ സ്റ്റഡി ഓഫ് ഫോർമൽ ഗ്രാമർ. നമ്മൾ മദർ ടങ് ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നതേ ഇല്ല, നമ്മൾ ഒരു ട്രാൻസ്ലേഷൻ ഇല്ല. അതായത് ഇപ്പൊ നമുക്ക് സപ്പോസ് വി നീഡ് ടു ടീച്ച് ദ ചൈൽഡ് ദ വേർഡ് ടേബിൾ. അപ്പൊ നമ്മൾ ഡയറക്റ്റ്ലി കുട്ടികളോട് പറയാണ്, സി ദിസ് ഇസ് എ ടേബിൾ, അല്ലെങ്കിൽ ടേക്ക് ദ ബുക്ക് ഫ്രം ദ ടേബിൾ എന്ന് നമ്മൾ കുട്ടിയോട് പറയുമ്പോൾ കുട്ടിക്ക് തന്നെ അറിയാം ബുക്ക് ടേബിളിന്റെ പുറത്താണ് ഇരിക്കുന്നത്, അപ്പൊ ഈ സാധനത്തിന്റെ പേരാണ് ടേബിൾ എന്നുള്ളത്. അപ്പൊ കുട്ടി ഡയറക്റ്റ്ലി ആ കോൺസെപ്റ്റ് ഏത് ലാംഗ്വേജ് ആണോ നമുക്ക് പഠിപ്പിക്കേണ്ട ആ ലാംഗ്വേജുമായിട്ട് തന്നെ അസോസിയേറ്റ് ചെയ്യുകയാണ് കോൺസെപ്റ്റ്. അതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. It brings thought, experience, expression and language very close, and children are encouraged to think directly in English. It lays more stress on listening and speaking English. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ എന്താണ് ഇംഗ്ലീഷ് സ്റ്റുഡൻസിന്റെയും പ്രശ്നം എന്ന് വെച്ചാൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ അവർ ആദ്യം ഇത് മലയാളത്തിലൊന്ന് ആലോചിക്കും, എന്നിട്ട് അത് മലയാളത്തിൽ നിന്ന് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആണ്, ആ ട്രാൻസ്ലേഷൻ പ്രോസസ്സിനാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് സമയം എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തിങ്ക് ഇൻ ഇംഗ്ലീഷ്. നമ്മുടെ മെക്കോളെ പറഞ്ഞ പോലെ ദീസ് പീപ്പിൾ തിങ്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദേ വിൽ യൂസ് ഇറ്റ്. പക്ഷെ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഒരു ഇതിൽ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലത്. ലിസ്ണിങ്ങും സ്പീക്കിങ്ങിനുമാണ് ഡയറക്റ്റ് മെത്തേഡിൽ പ്രാധാന്യം. അപ്പോൾ നമ്മളിത് പഠിച്ചു പോകുമ്പോൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു പോകും. പക്ഷെ ഈ ക്വസ്റ്റ്യൻ നോക്കും, ദ എംഫസിസ് ഓൺ റൈറ്റിംഗ്. നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറയാലോ കുട്ടികളോട്, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കും. ബട്ട് ദ തിങ് ഈസ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിനകത്ത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളൊരു ഐഡിയ, മീൻസ് ആ രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽ ബി മോർ ഈസി ഫോർ യു. And mother tongue is completely avoided. The people gets an exposure to objects through the direct method. ഇനി പറഞ്ഞ പോലെ ഒരു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു ഹയർ ലെവൽ ക്ലാസ്സുകളിൽ പോസിബിൾ ആവണം എന്നില്ല. ഒരു ചെറിയ ക്ലാസ്സുകളിലാണ് ശരിക്കും ഇത് കുറച്ചും കൂടെ യൂസ്ഫുൾ. ആൻഡ് എംഫസൈസസ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ഡയറക്റ്റ് ബോണ്ട് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഐഡിയ. പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പോയത്. ഫോളോസ് ഫുൾ സെന്റൻസസ് ആൻഡ് നോട്ട് വേർഡ്സ്. നമ്മൾ കൃത്യമായിട്ടും ആ നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജ് തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുക. And the senses of listening, seeing, smelling, feeling, touching, etc. get the first-hand knowledge. And as there is no hurdle of translation, the thoughts, concepts, idea, word or object is fully grasped by his senses. നമ്മൾ വേറൊരു ഭാഷ അവിടെ ഉപയോഗിക്കുന്നില്ല, വേറൊരു മീഡിയേറ്റർ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ കോൺസെപ്റ്റുമായിട്ട് in the classroom we create situations that they are able to listen directly, see, smell, feel, touch the object or the concept or whatever, and associate that particular concept or object with the word in the target language. It completely ignores the GT method. Vocabulary is used directly. In the initial stage, it lays emphasis purely on oral work. The teacher helps students to build up good speech habits. Good speech habits are the basis for good writing habits. അപ്പോൾ ശരിക്കും ഡയറക്റ്റ് മെത്തേഡിൽ ലിസ്ണിങ്ങും സ്പീക്കിങ്ങിനുമാണ് പ്രാധാന്യം. റൈറ്റിങ്ങിനും റീഡിങ്ങിനും ഇമ്പോർട്ടൻസ് ഇല്ല. Audio visual material to illustrate the words, history, literature, etc. of the foreign nation whose language is to be taught is extensively used. In this method, the role of the teacher is very important. ഇനി ഡയറക്റ്റ് മെത്തേഡ് ചോദിക്കാവുന്ന വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ, കുറച്ച് മെത്തേഡ്സ് അവർ തന്നിട്ട് ഇതിൽ ഏതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്നുള്ളത് ചോദിക്കാം. സോ നിങ്ങൾ ഓരോന്നും ELT-യിലും അതേപോലെ തന്നെ മെത്തഡോളജിയും പഠിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഓർത്ത് തന്നെ വേണം പഠിക്കാൻ. ഇപ്പൊ നമ്മുടെ മറ്റേ സാധനമില്ലേ, സൈക്കോളജിക്കൽ തിയറീസ് ഉണ്ടല്ലോ, ലേണിംഗ് തിയറീസ്, അതിനകത്തൊന്നും ഒക്കെ ചിലപ്പോൾ കൃത്യമായിട്ട് ഇന്നത് എഴുതുന്നുള്ളതായിരിക്കില്ല ചോദിക്കുക. Sometimes they'll give you a situation, like they'll give you 4 situations and ask you to match, അല്ലെങ്കിൽ ask you to pick out the correct one. അപ്പോൾ ഇതിനകത്ത് ഏത് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ഡയറക്റ്റ് മെത്തേഡ്, ആ രീതിയിൽ നിങ്ങളോട് ചോദിക്കാം. അതായത് നിങ്ങളോട് അവർ പറയുകയാണ്, നിങ്ങൾ ക്ലാസ് റൂമിൽ ഒരു ഇംഗ്ലീഷ് ഫിലിം ഇട്ടിട്ട് കുട്ടികളെ കാണിക്കുകയാണ്, സോ ദാറ്റ് ദ ചിൽഡ്രൻ ലേൺ സോ ആൻഡ് സോ. ഇത് ഏത് മെത്തേഡാണ്? ഇറ്റ്സ് ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ. The teacher either shows the object or its picture or gives a meaning indirectly through synonym, inference, definition or explanation. A direct contact between foreign words and concept is established in this way. Mother tongue നമ്മൾ പറഞ്ഞതല്ലേ? നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
To which Indo-European family of languages does English belong? Celtic ആണോ, അർമേനിയൻ ആണോ, വെസ്റ്റ് അമേരിക്കൻ ആണോ, ഈസ്റ്റ് അമേരിക്കൻ ആണോ? ഈ ഞാൻ പറഞ്ഞില്ലേ, ലിംഗ്വിസ്റ്റിക്സ് നിങ്ങൾ ഒരു ചോദ്യം പോലും തെറ്റിക്കരുത് കേട്ടോ. അതിനകത്ത് മേ ബി ഒരു 4-5 ചോദ്യമായിരിക്കും ഉണ്ടാവുക. ആ 5 മാർക്കും യു ഷുഡ് ഗെറ്റ് ഇറ്റ് കേട്ടോ. ഒരു സംശയവും ഇല്ലാതെ കിട്ടണം കേട്ടോ. അതിന് ലിംഗ്വിസ്റ്റിക്സ് വീണ്ടും 1 more ടൈം ഇപ്പോഴേ തന്നെ റിവൈസ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങളൊരു 1 cycle ഓഫ് സ്റ്റഡി കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്തോളൂ. പക്ഷെ ലിംഗ്വിസ്റ്റിക്സിൽ ഒറ്റ ചോദ്യം പോലും തെറ്റിക്കരുത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. എക്സെപ്റ്റ് ഫോർ ദാറ്റ് ഫോണറ്റിക്സ് പാർട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് വേണ്ടി വരും. അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. മേ ബി ഈ സീറ്ററ്റിന്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിനകത്തുള്ള ഫോണറ്റിക്സ് മാത്രം നിങ്ങൾ ചെയ്യുക. അതേപോലെ റെഗുലർ ബാച്ചിലെ കുട്ടികൾ മഞ്ജു മിസ്സിനോടൊന്ന് ചോദിച്ചോളൂ, ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷന്റെ കുറച്ചൊരു എക്സസൈസസ് തരുമോ എന്നുള്ളത് ചോദിച്ചു നോക്കൂ. മേ ബി ഷീൽ ഡു ദാറ്റ് കേട്ടോ. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിൽ ഒറ്റ ചോദ്യം പോലും തെറ്റിക്കരുത്. ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ് ഈ ഒരു ചാർട്ട് നമ്മൾ ബി എ എന്ന ഒരു സെക്കൻഡ് ഇയർ തൊട്ട് ഈ സാധനം എല്ലാം കടന്ന് ഓടുന്നതാണ്. ബട്ട് ഡോണ്ട് ഫർഗെറ്റ് ദിസ്. 2 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഉള്ളത്, കെന്റവും ശതവും. 8 ഗ്രൂപ്പ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇന്ത്യൻ, അർമേനിയൻ, ഇറാനിയൻ, ജർമാനിക്, ബാൽട്ടോസ്ലേവോണിക്, അൽബേനിയൻ, കെൽറ്റിക്, ഹെലനിക്, ഇറ്റാലിക്. ഇത് ഞാൻ വീണ്ടും പറയണ്ടെന്ന് തോന്നുന്നു, ബിക്കോസ് അത് പറയാൻ കുറച്ചുണ്ട്. അപ്പൊ അത് മറന്നു പോരുത്. കെന്റം ആൻഡ് ശതം. പിന്നെ എന്താണ് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ എന്നുള്ള ഐഡിയ വേണം. പിന്നെ ഈ 8 ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് വേണം. ഓരോന്നിനും എന്തൊക്കെയാണ്, ഇന്ത്യനിൽ ഏതാണ്, ഇറാനിയനിൽ ഏതാണ്. ഈ ഒരു പിക്ചർ ഷുഡ് ബി ദയർ ഇൻ യുവർ മൈൻഡ്. ഒരു വിഷ്വൽ മെമ്മറി വേണം. ബാൽട്ടോസ്ലേവോണിക്കിൽ ഏതാണ്. പിന്നെ കോഡ് വേർഡ്സ് ഉണ്ടാക്കി പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കാൻ പറ്റുമെങ്കിൽ മച്ച് ബെറ്റർ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മേജർ ആയിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ടല്ലോ, അതൊക്കെ ഏതിലാണ്? ഇപ്പം ഇംഗ്ലീഷ്, പിന്നെ പോർച്ചുഗീസ്, സ്പാനിഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച്, അതൊക്കെ ഇറ്റാലിക്കിലാണ് വരുന്നത്. പിന്നെ റഷ്യൻ, പിന്നെ അതേപോലെ നമ്മുടെ സാൻസ്ക്രിറ്റ്, ബംഗാളി, നമ്മുടെ സംഭവം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോഴേക്കും നമ്മുടെ ആ ചാർട്ട് മുഴുവനായി. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വേണം. ദേ ക്യാൻ ആസ്ക് യു ദാറ്റ് കേട്ടോ. ഇപ്പൊ എന്താണ് ഐസ്ലാൻഡിക്കോ അങ്ങനത്തെ ഒന്നും ചോദിച്ചില്ലെങ്കിലും ദേ ക്യാൻ ആസ്ക് യു ഇറ്റാലിയൻ ഏത് ബ്രാഞ്ചിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഇറ്റാലിയൻ ഏതെന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. പിന്നെ ഞാൻ ഇൻഡോ യൂറോപ്യന്റെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. മേ ബി വിൽ റഷ് ത്രൂ ദാറ്റ്. ഒരൊറ്റ റീഡിങ് നടത്താമേ, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 9:20. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ആർ ബിലീവ് ടു ഡിറൈവ് ഫ്രം എ ഹൈപ്പോത്തറ്റിക്കൽ ലാംഗ്വേജ് നോൺ ആസ് പ്രോട്ടോ. ഇന്നും അറിയാലോ, പ്രോട്ടോ ഇൻഡോ യൂറോപ്യനിൽ നിന്ന് വന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് എല്ലാം. പിന്നെ നിങ്ങൾ റെഗുലർ കുട്ടികൾക്ക് ഓൾറെഡി ഇതൊക്കെ പഠിപ്പിച്ചതാണ്. ഐ എം ജസ്റ്റ് എന്താണ് trying to brush up all this. The earliest speakers of this language originally lived around Ukraine and neighboring regions of Caucasus and southern Russia. എന്നിട്ട് അവര് ബാക്കി യൂറോപ്യന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും ഇന്ത്യയിലേക്കും പിന്നെ മൂവ് ചെയ്തതാണ്. Since the speakers of the Proto-Indo-European language did not develop a writing system, നമുക്കൊരു ഫിസിക്കൽ എവിഡൻസ് ഇല്ല. അപ്പൊ എനിക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരേ രീതിയിൽ ഭാഷ സംസാരിക്കുന്ന കുറച്ച് ആളുകൾ കൂട്ടം കൂടി ഇരിക്കുകയും അതിന്നാണ് ഈ ഭാഷയുടെ എവല്യൂഷൻ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഐ എം നോട്ട് ട്രൈങ് ടു എക്സ്പ്ലെയിൻ ഓൾ ദാറ്റ് അഗൈൻ. പിന്നെ 8 ബ്രാഞ്ചസ് ഉണ്ട്. അത് കെന്റവും ശതവുമായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. കെന്റമാണ് വെസ്റ്റേൺ, ശതമാണ് ഈസ്റ്റേൺ. പിന്നെ എന്താണ് വ്യത്യാസം എന്നുള്ളത്, ഈ നമ്മുടെ വീലാർ പ്ലോസീവ്സ് ഉണ്ടല്ലോ, ഒക്കെ, അത് ഡെവലപ്ഡ് ഇൻ ടു ആൽവിയോളർ ഫ്രിക്കേറ്റീവ് ഇൻ ദ ഈസ്റ്റേൺ ഗ്രൂപ്പ്. അതേസമയം വെസ്റ്റേൺ ഗ്രൂപ്പ് ആയിട്ടുള്ള ഏതിൽ വരുമ്പോ കെന്റമിൽ വരുമ്പോ ആൻഡ് became they were retained as velar plosives itself കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പ്രോപ്പിന്റെ വ്ളാഡിമിർ പ്രോപ്സ് അനാലിസിസ് ഓഫ് ദ ഫോക്ക് ടെയിൽ ഇസ് an example of which one? പറയൂ. നേരത്തെ ഇപ്പൊ ആൻസർ പറഞ്ഞതേ ഉള്ളൂ. Structuralist criticism. അതേപോലെ ഓരോന്നും പഠിക്കുമ്പോൾ ഡീകൺസ്ട്രക്ഷൻ, അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് പഠിക്കുന്ന ആളുകളാണെങ്കിൽ, നോട്ട് ടു ദ റെഗുലർ സ്റ്റുഡൻസ്, ഞാൻ മറ്റേ ടെസ്റ്റ് ബാച്ചിലെ കുട്ടികളോടാണ് പറയുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വാട്ട് യു നീഡ് ടു ഡു ഇസ് ബാക്കി ഓപ്ഷൻസിലൊക്കെ ആരൊക്കെ ആയിരുന്നു എന്നുള്ളതും കൂടെ നോക്കണം. ഡീകൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഡെറിഡയാണ്, ചാർട്ട്സ് ആണ്, പിന്നെ സ്ട്രക്ചറൽ സ്റ്റഡീസിൽ ബാക്കി ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ വേണം കേട്ടോ. സോ ആൻസർ ഇസ് സി. സ്ട്രക്ചറലിസം എന്താണെന്ന് ഞാനൊന്ന് ഓടിച്ചു പറയാം. നിങ്ങൾക്ക് എടുത്തതല്ലേ ഇത് റെഗുലർ കുട്ടികൾക്ക്? അതെ. എടുത്താണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം.
സ്ട്രക്ചറലിസം ആക്ച്വലി ഫ്രാൻസിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇൻ ദ 1950s. അത് ഇംഗ്ലീഷിലേക്ക് ഒക്കെ വരുന്നത് 1970s 80s ആ ഒരു സമയത്താണ് നമ്മുടെ ഇംഗ്ലീഷിലേക്ക് അത് വരുന്നത്. ആക്ച്വലി എല്ലാ തിയറീസും ഫ്രാൻസിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. ആൻഡ് സ്ട്രക്ചറലിസം challenged new criticism and Sartre existentialism and its notion of radical human freedom. Structuralism basically എന്താണ് പറഞ്ഞതെന്ന് വെച്ചാല് നമ്മൾ എല്ലാത്തിനെയും പെർസീവ് ചെയ്യുന്നത് ഇറ്റ്സ് ഇൻ ടേംസ് ഓഫ് സ്ട്രക്ചേഴ്സ്. എന്താണ് ഈ ന്യൂ ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫോമിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാതെ റൈറ്ററിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതല്ലേ ന്യൂ ക്രിറ്റിസിസം അല്ലേ? അതെ, There is nothing outside the text. ക്രിറ്റിസിസത്തിന്റെ ന്യൂ ക്രിറ്റിസിസത്തിന്റെ ആൾക്കാർ ആരൊക്കെയാണ്? ജോൺ ക്രോ, റാൻസം പറഞ്ഞ കുറച്ച് 2-3 പേരുടെ പേര് പറയൂ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എവിടെയോ Robert Penwaren, T.S. Eliot, Cleanth Brooks, ക്ലിയാൻ ബ്രൂക്സ്, JC റാൻസം, പിന്നെ അങ്ങനെ JC റാൻസം, Robert Penwaren. സാത്രയുടെ എക്സിസ്റ്റൻഷ്യലിസത്തിനും ഒക്കെ എതിരായിട്ടാണ് ഈ ഒരു സ്ട്രക്ചറലിസം വരുന്നത്. അപ്പം സ്ട്രക്ചറലിസം ആക്ച്വലി ഫോക്കസ്ഡ് ഓൺ ഹൗ ദിസ് ഹ്യൂമൻ ബിഹേവിയർ ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ കൾച്ചറൽ സ്ട്രക്ചർ, സോഷ്യൽ സ്ട്രക്ചർ, സൈക്കോളജിക്കൽ സ്ട്രക്ചർ. ഇതൊക്കെ എങ്ങനെ ഹ്യൂമൻ ബിഹേവിയറിനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി അവരുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ. ഇനി അത് നമുക്ക് ലാംഗ്വേജിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സെഷൂർ ആണ് ഇതിന്റെ മെയിൻ ആള്. സ്ട്രക്ചറലിസത്തിന്റെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ ഫെർണാൻഡ് ഡി സെഷൂർ ആണ്. So what he told is things cannot be understood in isolation. എപ്പോഴും നമ്മൾ എന്തിനേയും മനസ്സിലാക്കുമ്പോൾ it can only be seen in the context of the larger structure they are part of. ഒരു വലിയ സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് ഇതിന് എപ്പോഴും മീനിങ് ഉണ്ടാവുക. എന്താണ്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ മീനിങ് ഇൻ ഐസൊലേഷൻ എന്നുള്ളതാണ് സെഷൂർ പറഞ്ഞത്. അപ്പൊ ഇനി ലാർജ് സ്ട്രക്ചർ എന്ന് പറയുന്നത് these structures do not exist by themselves. Actually, those are formed by our perceptions. കേട്ടോ, these underlying structures which organize rules and units into meaningful systems are generated by the human mind itself and not by sense perception. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ തന്നെയാണ് ഈ ഒരു ബിഗർ സ്ട്രക്ചറും ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ല നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളതല്ല. ഇനി ഈ പ്രോപ്പ്, തൊദറോ, ബാർത്ത്, ജെറാർ ജെനറ്റ് ഒക്കെ സ്ട്രക്ചറലിസ്റ്റ് നാരറ്റോളജിയുടെ ആളുകളാണ്. പ്രോപ്പ് എന്താ ചെയ്തത്? പ്രോപ്പ് ഒരു 160 അത്രയും റഷ്യൻ ഫോക്ക് ടൈൽസിനെ എടുത്തിട്ട് ആ ഫോക്ക് ടൈൽസിനെ സ്ട്രക്ചർ ചെയ്ത് 31 ഫങ്ഷൻസും 6 നാരേറ്റീവ് റോൾസും ഉണ്ട് എന്ന് പറഞ്ഞ് അതാണ് പ്രോപ്പിന്റെ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വേറെ കുറെ ആളുകളുണ്ട്. പ്രോപ്പിന്റെ പുറത്ത് അലൻ ഡണ്ടസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ദർ ആർ സോ മെനി അതർ തിയറിസ്റ്റ്. പക്ഷെ പ്രോപ്പിന്റെ വർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രക്ചറലിസ്റ്റ് അനാലിസിസിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രോപ്പിന്റെ വർക്കാണ്. ഇപ്പോഴും ഈവൻ ആഫ്റ്റർ ദീസ് മെനി ഇയേഴ്സ് പ്രോപ്പിന്റെ വർക്ക് തന്നെയാണ് സ്ട്രക്ചറലിസ്റ്റ് അനാലിസിസിന്റെ ഒരു ബേസിക് ഫ്രെയിം വർക്ക് ആയിട്ട് ഇപ്പോഴും സെർവ് ചെയ്യുന്നത് പ്രോപ്പിന്റെ വർക്ക് തന്നെയാണ്. ഇനി so what these structuralist narratologists try to tell us how a story's meaning develops from its overall structure. എങ്ങനെയാണ് ഒരു സ്റ്റോറിയുടെ മീനിങ് ക്രിയേറ്റഡ് ആവുന്നത് ഫ്രം ഇറ്റ്സ് സ്ട്രക്ചർ. അപ്പം ഇവര് അങ്ങനെയാണ് മീനിങ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആക്ച്വലി ഇവരൊന്നും അതിന്റെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിനോ അല്ലെങ്കിൽ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റിനോ ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ദേ പ്ലേസ്ഡ് ദിസ് അല്ലെങ്കിൽ ദേ ട്രൈ ടു പ്ലേസ് എ മീനിങ് ഓഫ് ദ വർക്ക് വിത്ത് റെസ്പെക്ട് ടു ദ സ്ട്രക്ചർ. ആ ഫോമിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ശരിക്കും ഈ സ്ട്രക്ചറലിസ്റ്റ് നാരറ്റോളജിസ്റ്റുകളൊക്കെ ഫങ്ഷൻ ചെയ്തത്. ഇനി സഷൂറിന്റെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഇതിന് സ്ട്രക്ചറലിസം കുറേ ഉണ്ട് പറയാൻ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ് ചെയ്തത് കേട്ടോ. ഇനി 4th വൺ, സഷൂറിന്റെ കോൺസെപ്റ്റ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ് ആണ്. കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ് ചോംസ്കിയുടെ ആണ്. ബാക്കിയൊക്കെ സഷൂറിന്റെ ആണ്. ഞാനിപ്പം ജിതിന്റെ സ്ലൈഡ് അതേപോലെ എടുത്തിടുകയാണ് ചെയ്തത് ഇങ്ങോട്ട്, ജസ്റ്റ് സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഓർമ്മ കിട്ടട്ടെ എന്ന് വെച്ചിട്ട്. സഷൂറിന്റെ ഏതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ടെസ്റ്റ് ബാച്ചിൽ ആരെങ്കിലും പറയൂ. സഷൂറിന്റെ ഏത് വർക്കാ പഠിക്കാനുള്ളത്? സിലബസ് ഏതാണെന്ന് ചോദിക്കുന്നത്, നോട്ട് ദാറ്റ് വേറൊന്നും ചോദിക്കുകയല്ല.
Nature of the linguistic sign. നേച്ചർ ഓഫ് ദ ലിംഗ്വിസ്റ്റിക് സൈൻ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ബേസിക്കലി ഇത് പുള്ളി ഇരുന്ന് എഴുതിയ ഒരു സാധനമല്ല. ആക്ച്വലി പുള്ളിയുടെ ലെക്ചർ നോട്ട്സ് ഡെവലപ്പ് ചെയ്തെടുത്ത കുറെ സാധനങ്ങളാണ്. കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ദോസ് ആർ ലെക്ചേഴ്സ് വിച്ച് ഹി ഗേവ് ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് ജനീവ ഫ്രം 1906 to 1911. അപ്പൊ സഷൂർ ഒരു സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ്, സെമിയോട്ടീഷ്യൻ ആണ്, ഫിലോസഫർ ആണ്. റെഗുലർ ബാച്ചിലെ കുട്ടികൾക്ക് ഇത് ഭയങ്കര റെപ്പറ്റീഷൻ ആയിട്ട് തോന്നും, പക്ഷെ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ബാച്ചിലെ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്. അപ്പോ ഈ സഷൂർ ആണ് ശരിക്കും സ്ട്രക്ചറൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു ഫൗണ്ടർ ആയിട്ട് വെച്ചിരിക്കുന്നത് സഷൂറിനാണ്. ബിക്കോസ് ഓൾ ദി സ്റ്റാർട്ടഡ് വിത്ത് സഷൂർ. പിന്നീടുള്ള പോസ്റ്റ് സ്ട്രക്ചറലിസം ആണെങ്കിലും എല്ലാത്തിന്റെയും ഒരു ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ച ആളെന്ന് പറഞ്ഞാൽ സഷൂർ ആണ്. സഷൂറിന്റെ ആണ് സെമിയോളജി. സെമിയോളജി സ്റ്റഡി ഓഫ് സയൻസ്. പിന്നെ ലാങ് ആൻഡ് പെറോൾ, സിഗ്നിഫൈഡ്, സിഗ്നിഫയർ, ഇതൊക്കെ സിൻക്രണി, ഡയക്രണി, ഇതൊക്കെ സഷൂറിന്റെ കോൺസെപ്റ്റ്സ് ആണ്. അതെല്ലാം വേഗത്തിലൊന്ന് ഞാൻ പറയാൻ ട്രൈ ചെയ്യാം. പിന്നെ സെമിയോട്ടിക് ആർബിട്രറിനെസ്സും സഷൂറിന്റെ ആണ്. ആർബിട്രറിനെസ് പക്ഷെ നിങ്ങളുടെ PSA വരുന്ന അല്ല ആർബിട്രറിനെസ്, പക്ഷെ അതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം ഇൻ സൈൻ, സിഗ്നിഫൈഡ്, സിഗ്നിഫയർ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാല് ബിഫോർ സഷൂർ there were few misconceptions about language. അതായത് നമ്മൾ ഭാഷയെ കണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇൻട്രിൻസിക് ആയിട്ട് ഈ വേർഡ്സിനൊക്കെ കുറെ മീനിങ് ഉണ്ട്. there is something within these words എന്നുള്ളതായിരുന്നു സഷൂർ ഈ ഒരു കാര്യം പറയുന്നതിന് മുന്നേ ഉള്ളത്. അതേപോലെ തന്നെ ഈ ലാംഗ്വേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാത്തിനെയും ലേബൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലാംഗ്വേജ് എന്നുള്ളത്. പിന്നെ there is only a list of words. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ എന്താണ് കുറെ വാക്കുകൾ ഇങ്ങനെ ലിസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് സഷൂർ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നത്. അപ്പോ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്ക് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ ട്രീ എന്ന് പറയുമ്പോൾ അതിനൊരു വോക്കൽ നേച്ചർ ആണോ ഉള്ളത്, അല്ലെങ്കിൽ അതിനൊരു സൈക്കോളജിക്കൽ നേച്ചർ ആണോ ഉള്ളത്? അതായത് ട്രീ എന്ന് പറയുന്ന ആ ഒരു ഫോണറ്റിക് ആ ഒരു പറച്ചിലാണോ ഉള്ളത്, അതായത് സൗണ്ട് ആണോ ഉള്ളത്, അതോ ട്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ ട്രീ എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പം ട്രീ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രീ എന്ന് ഡെവലപ്പ് ചെയ്യുള്ളൂ എന്നൊക്കെ ഉള്ള കുറെ പ്രശ്നങ്ങൾ സഷൂർ വരുന്നതിന് മുമ്പ്, അതായത് സഷൂർ അത്രയും കുറച്ച് പ്രശ്നങ്ങളാണ് പുട്ട് ഫോർത്ത് ചെയ്തത്, അല്ലെങ്കിൽ അത്തരം ചില ചോദ്യങ്ങളാണ് പുട്ട് ഫോർത്ത് ചെയ്തത്. അപ്പോ സഷൂർ തന്നെ പറഞ്ഞൊരു സംഭവമാണ് ഈ ട്രീ എന്ന് പറഞ്ഞാൽ ആർബർ എന്ന് പറയുന്നത് മീൻസ് ട്രീ, അതേപോലെ തന്നെ ഇക്കോസ് മീൻസ് ഹോഴ്സും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇനി ഞാൻ അങ്ങോട്ട് സൈനും സിഗ്നിഫൈഡും പറയുമ്പോൾ പറയാം. അപ്പോ ഒരു ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ എൻറ്റിറ്റി ആണെന്നാണ് സഷൂർ പറഞ്ഞത്. അതായത് രണ്ട് കാര്യങ്ങൾ ചേരുന്നതാണ് ഒരു ലിംഗ്വിസ്റ്റിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഒന്നെന്ന് വെച്ചാൽ കോൺസെപ്റ്റും മറ്റേത് സൗണ്ട് ഇമേജും ആണ്. ഇനി സൗണ്ട് ഇമേജ് എന്താണെന്നുള്ളതാണ്. സൗണ്ട് ഇമേജ് എന്ന് പറഞ്ഞാല് ആ ഒരു സ്ലൈഡ് നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. നോക്കും, സൗണ്ട് ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ആ വാക്ക് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മളിപ്പോ അതായത് ഇപ്പൊ നമ്മൾ ട്രീ എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി തൊടാൻ പറ്റുന്ന ഒരു സംഭവം ഇല്ലെങ്കിൽ പോലും, നമ്മൾ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മളത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും when we think of the thing tree, നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് സൗണ്ട് ഇമേജ് എന്ന് പറയുന്നത്. നോട്ട് ദാറ്റ് യു ഗെറ്റ് എ പിക്ചർ ഓഫ് ദ ട്രീ ഇൻ യുവർ മൈൻഡ്. നമുക്ക് ട്രീ എന്ന് പറയാതെ തന്നെ വി ക്യാൻ സേ ട്രീ ഇൻ ആർ മൈൻഡ്. അപ്പൊ അതാണ് സൗണ്ട് ഇമേജ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്.